കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇപ്പം നമുക്ക് ഗ്രാഫ് അറിയാം. ഇതിൽ ലെഫ്റ്റിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒറിജിൻ എത്തുന്ന വരെ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യാണ്, കാരണം ഗ്രാഫ് താഴോട്ടാണ്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് ഒറിജിൻ എത്തുന്ന വരെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. ഡിക്രീസ് ചെയ്തിട്ട് മിനിമത്തിലെത്തണ ആ പോയിൻ്റ് ഉണ്ടല്ലോ, ഒറിജിനിലാണ് മിനിമത്തിലെത്തണത്. ആ പോയിൻറ്റിൽ നമ്മൾ പറയണതാണ് സീറോനെ പോയിൻ്റ് ഓഫ് മിനിമം എന്ന് പറയും. പോയിൻ്റ് ഓഫ് മിനിമം. ഇനി ആ മിനിമത്തിലെത്തിയിട്ട് പിന്നെ അത് ഇൻക്രീസ് ചെയ്യാണ്. ഇൻക്രീസ് ചെയ്യണത് നമ്മുടെ ഇൻ്റർവൽ അവസാനിക്കുന്ന വരെ അത് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഇവിടെ സീറോയിനെ നമ്മൾ പോയിൻ്റ് ഓഫ് മിനിമം എന്നും ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള എഫിൻ്റെ വാല്യൂ, ദാറ്റ് ഈസ് എഫ് ഓഫ് സീറോ, അതിവിടെ സീറോ ആണ്, അതിന് മിനിമം വാല്യൂ എന്നും പറയും. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എക്സ് ഈക്വൽ ടു സീറോ ആകുമ്പോഴാണ് ഫംഗ്ഷൻ മിനിമം ആവണത്. അപ്പോൾ എക്സ് ഈക്വൽ ടു സീറോന് നമ്മൾ പോയിൻ്റ് ഓഫ് മിനിമം എന്ന് പറയും. എഫ് ഓഫ് സീറോ വിച്ച് ഇസ് ഈക്വൽ ടു സീറോ ആണ്, അതിന് മിനിമം വാല്യൂ ഓഫ് എഫ് എന്നും പറയും. ഈ കേസിൽ ഫംഗ്ഷന് മാക്സിമം ഇല്ല, കാരണം ലെഫ്റ്റിലും റൈറ്റിലും കർവ് മേലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ കേസിൽ ഫംഗ്ഷന് മാക്സിമം ഇല്ല, മിനിമം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി സെക്കൻഡ് ഗ്രാഫ് മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. ഇപ്പോൾ ഗ്രാഫ് നമുക്കറിയാം. ഇവിടെ അത് ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. ഡിക്രീസ് ചെയ്ത് ഒറിജിനിൽ എത്തുമ്പോൾ അത് മിനിമത്തിലെത്തി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇൻക്രീസ് ചെയ്യണം ഇൻഫിനിറ്റി വരെ. അപ്പോൾ ഇവിടെ സീറോ ആണ് പോയിൻ്റ് ഓഫ് മിനിമം. ഇനി മിനിമം വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് സീറോ നമ്മൾ കാണാം, അതും സീറോയാണ്. അപ്പോൾ ഈ കേസിൽ മിനിമം മാത്രമേ ഉള്ളൂ, മാക്സിമം ഇല്ല കേട്ടോ. മാക്സിമം ഇല്ലാത്തതിന് കാരണം ഇതാണ്, ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും മേലേക്ക് ഗ്രാഫ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അതിനവിടെ ഒരു എൻഡില്ല. അപ്പോൾ മിനിമം മാത്രമേ ഉള്ളൂ, പോയിൻ്റ് ഓഫ് മിനിമം സീറോ ആണ്. ഇനി മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് തന്നെ ക്ലോസ്ഡ് ഇൻ്റർവൽ -2-3 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മിനിമം ഉണ്ട്, സീറോയിലാണ്. മിനിമം വാല്യൂ വരണതും സീറോ ആണ്. ഇനി മാക്സിമം ഉണ്ടോ? മാക്സിമം ഉണ്ട്, കാരണം ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ -2-3 അപ്പോൾ നമുക്ക് പറയാം ഒറിജിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്തിട്ട് 3 എന്നുള്ള പോയിൻറ്റിൽ ഫംഗ്ഷൻ മാക്സിമത്തിൽ എത്തുകയാണ്. അപ്പോൾ 3 ആണ് പോയിൻ്റ് ഓഫ് മാക്സിമം. പിന്നെ മാക്സിമം വാല്യൂ വരുന്നത് 3ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് നോക്കുക, അതായത് എഫ് ഓഫ് 3, അത് 3 തന്നെയാണ്. അപ്പോൾ മാക്സിമം വാല്യൂ 3 ആണ്. ഇനി മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഓപ്പൺ ഇൻ്റർവൽ -2-3 നോക്കിയേ. ഇവിടെ മിനിമം ഉണ്ട്, സീറോയിലാണ്. അപ്പോൾ സീറോ പോയിൻ്റ് ഓഫ് മിനിമം. പിന്നെ മിനിമം വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് സീറോ കൊടുത്താൽ മതി, അതും സീറോ ആണ്. ഇനി മാക്സിമം ഉണ്ടോ? മാക്സിമം ഇല്ല എന്നാണ് ഇവിടെ പറയുക, കാരണം 3യിൽ നമുക്ക് ഇമേജ് കാണാൻ പറ്റില്ല, കാരണം 3 ഡൊമെയിനിലില്ല. എന്നാൽ 2.9ലാണ് മാക്സിമം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം 2.9 കഴിഞ്ഞിട്ട് 2.99 ഉണ്ട്. 2.99ലാണ് മാക്സിമം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം 2.99 കഴിഞ്ഞിട്ട് 2.999 ഉണ്ട്. അപ്പോൾ ഈ ഓപ്പൺ ഇൻ്റർവെലിൻ്റെ കേസിൽ നമുക്ക് മാക്സിമം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ മിനിമം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ പോയിൻ്റ് ഓഫ് മിനിമം എന്ന് പറയണത് സീറോ ആണ്, മിനിമം വാല്യൂ എന്ന് പറയണതും സീറോ ആണ്. സപ്പോസ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഇതിൽ നമ്മൾ ലെഫ്റ്റ് നിന്ന് നോക്കുകയാണെങ്കിൽ ഇൻക്രീസ് ചെയ്ത് x1 എന്നുള്ള പോയിന്റിൽ എത്തുമ്പോൾ മാക്സിമത്തിലെത്തണു. അത് കഴിഞ്ഞിട്ട് അത് ഡിക്രീസ് ചെയ്ത് x2 എന്ന് പറയുന്ന പോയിന്റിലെത്തുമ്പോൾ മിനിമം ആവണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻക്രീസ് ചെയ്തിട്ട് x3യിലെത്തുമ്പോൾ എഗെയിൻ ഒരു മാക്സിമത്തിൽ വരുന്നുണ്ട്, പിന്നെ ഡിക്രീസ് ചെയ്യണം. അപ്പോൾ ഇവിടെ x1ലും x3യിലും മാക്സിമം വരുന്നുണ്ട്. ഇതിന് ലോക്കൽ മാക്സിമം എന്നാണ് പറയുക, കാരണം ആ ഒരു റീജിയൻ എടുക്കുമ്പോൾ, ഒരു ഇൻ്റർവെൽ എടുക്കുമ്പോൾ അവിടെ രണ്ടിടത്തും മാക്സിമം വരുന്നുണ്ട്. ഹോൾ ഇൻ്റർവെല്ലല്ല, ഓരോ ഷോർട്ടായിട്ടുള്ള ഇൻ്റർവെൽ എടുക്കുമ്പോഴും രണ്ട് സ്ഥലത്തും മാക്സിമം വരുന്നുണ്ട്.
അപ്പോൾ അതിന് ലോക്കൽ മാക്സിമ എന്ന് പറയാം. ഇനി അതുപോലെ മിനിമം വരുന്നത് x2ലാണ്, അതിന് ലോക്കൽ മിനിമം എന്ന് പറയാം. അപ്പോൾ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമ ആണ് x1ഉം x2ഉം, പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമ ആണ് x2. ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം വാല്യൂ മിനിമം വാല്യൂ നമുക്ക് കാണാം. മാക്സിമം വാല്യൂ ഓഫ് എഫ് വരുന്നത് എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x3യും, മിനിമം വാല്യൂ ഓഫ് എഫ് വരുന്നത് എഫ് ഓഫ് x2. അപ്പോൾ മാക്സിമ ആൻഡ് മിനിമ, അത് മാക്സിമം ആൻഡ് മിനിമം അതിൻ്റെയൊക്കെ പ്ലൂറലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമ എന്നും പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമ എന്നും പറയാം. പിന്നെ മാക്സിമം വാല്യൂസ് ഓഫ് എഫ് ഉണ്ട്, മിനിമം വാല്യൂസ് ഓഫ് എഫ് ഉണ്ട്. ഇനി ഈ ഗ്രാഫ് ഒന്ന് നോക്കൂ. ഇതാണ് എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് എന്നുണ്ടെങ്കിൽ പോയിൻറ്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ ആണ് x1ഉം x3യും, പോയിൻറ്റ്സ് ഓഫ് ലോക്കൽ മിനിമം ആണ് x2ഉം x4ഉം. ഇനി മാക്സിമം വാല്യൂസ് ഓഫ് എഫ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് x1ഉം കാണാം, അതേപോലെ എഫ് ഓഫ് x3യും കാണാം, ദാറ്റ് ഈസ് y1 ആൻഡ് y3. ഇനി മിനിമം വാല്യൂസ് ഓഫ് എഫ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് x2ഉം എഫ് ഓഫ് x4ഉം കാണണം, ദാറ്റ് ഈസ് y2 ആൻഡ് y4. അപ്പോൾ ഇനി നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആൻ ഇൻ്റർവൽ ഐ. ദെൻ ഫസ്റ്റ് വൺ, f is said to have a maximum value in I if there exists a point C in I such that f of C is greater than f of x for all x element of I. എല്ലാ എഫ് ഓഫ് എക്സിലും വലുത് വരുന്നത് എഫ് ഓഫ് സി ആണ്, അതായത് എഫ് ഓഫ് സി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഐ. ദ നമ്പർ എഫ് ഓഫ് സി ഈസ് കോൾഡ് ദ മാക്സിമം വാല്യൂ ഓഫ് എഫ് ഇൻ ഐ ആൻഡ് ദ പോയിൻറ്റ് സി ഈസ് called the point of maximum value of f in I. ഇനി അതേപോലെ സെക്കൻഡ്, എഫ് ഇസ് സെറ്റ് ടു ഹാവ് എ മിനിമം വാല്യൂ ഇൻ ഐ ഇഫ് ദർ എക്സിസ് എ പോയിൻറ്റ് സി ഇൻ ഐ സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഐ. എല്ലാ എഫ് ഓഫ് എക്സിനേക്കാളും ചെറുത് എഫ് ഓഫ് സി ആണെങ്കിൽ എഫ് ഓഫ് സി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഐ, then the number f of c is called the minimum value of f in I and the point c is called the point of minimum value of f in I. ഇനി third, f is said to have an extreme value in I if there exists a point c in I such that f of c is either a maximum value or a minimum value of f in I. അതായത് എഫിന് മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഉണ്ടെങ്കിൽ അതിനെ എക്സ്ട്രീം വാല്യൂ എന്ന് പറയും. അതേപോലെയാണ് മാക്സിമം പോയിൻ്റ് വരുന്നതും മിനിമം പോയിൻ്റ് വരുന്നതും ഉണ്ടെങ്കിൽ അതിനെ എക്സ്ട്രീം പോയിൻ്റ് എന്ന് പറയും. എക്സ്ട്രീം വാല്യൂ ഉണ്ട്, അത് മിനിമം വാല്യൂ മാക്സിമം വാല്യൂ വരുന്നതിന്, മിനിമം വരുന്ന പോയിൻറ്റിനെയും മാക്സിമം വരുന്ന പോയിൻറ്റിനെയും ഒരുമിച്ച് പറയുന്നതാണ് എക്സ്ട്രീം പോയിൻ്റ്. ഡെഫിനിഷൻ ക്ലിയർ ആയി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഫസ്റ്റ് ഫിഗർ നോക്കൂ. ഇതിൽ ഒറിജിനിൽ നിന്ന് ആ ഭാഗത്തുനിന്ന് സി വരെ നമുക്ക് ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. നമുക്കറിയാം ഇൻക്രീസിങ് ആയിട്ടുള്ളിടത്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഈ സിയിലെത്തുമ്പോൾ ഫംഗ്ഷൻ മാക്സിമത്തിലെത്തി, ആ കേസിൽ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അതെങ്ങനെയാണ് വരുന്നത്? സി എന്നുള്ള പോയിൻറ്റിൽ കർവിന് ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ അത് എക്സ് ആക്സിസിന് പാരലലായിരിക്കും. അപ്പോൾ സ്ലോപ്പ് 0 ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സി 0. ഇനി അവിടെ നിന്ന് കർവ് ഡിക്രീസ് ചെയ്യുകയാണ്. പിന്നെ ഡിക്രീസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0. അപ്പോൾ മാക്സിമത്തിൽ എന്തായാലും ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഇനി സെക്കൻഡ് ഫിഗർ നോക്കൂ. സെക്കൻഡ് ഫിഗറിൽ ഒറിജിനിൽ നിന്ന് പോകുമ്പോൾ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. എന്നിട്ട് സി എന്ന് പറയുന്ന പോയിൻറ്റിലെത്തുമ്പോൾ ഫംഗ്ഷൻ മിനിമത്തിലെത്തി. അപ്പോൾ മിനിമത്തിലെത്തി, പിന്നെ അവിടെ നിന്ന് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഡിക്രീസ് ചെയ്യുന്നിടത്ത് എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണ്. സിയിലെത്തുമ്പോൾ നമ്മൾ അവിടെ ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിന് പാരലലായ കാരണം സ്ലോപ്പ് 0 ആയിരിക്കും. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0. ഇൻക്രീസ് ചെയ്യണയിടത്ത് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ മാക്സിമത്തിലും മിനിമത്തിലും ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഇനി ഈ ഫിഗർ നോക്കൂ. ഇതിൽ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമ വരുന്നത് C1ഉം C3യുമാണ്. പിന്നെ പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമ വരുന്നത് C2ഉം C4ഉം.
അതിൽ C1ലും C2ലും ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണ്. എഫ് ഡാഷ് ഓഫ് C1 ഇസ് ഈക്വൽ ടു 0, എഫ് ഡാഷ് ഓഫ് C2 ഈക്വൽ ടു 0. അപ്പോൾ മാക്സിമം വരുമ്പോഴും മിനിമം വരുമ്പോഴും ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ C3ലും C4ലും ഒന്ന് നോക്കി നോക്കൂ. ആ 2 പോയിൻറ്റിലും കർവിന് നമുക്ക് ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റില്ല. മാക്സിമം പോയിൻ്റ് വരുന്നതാണ്, മിനിമം വരുന്ന പോയിൻറ്റുമാണ്. പക്ഷേ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 എന്ന് അവിടെ പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ആ 2 പോയിൻറ്റിലും കർവിന് ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റില്ല. അവിടെ ഷാർപ്പായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ 2 കേസിലും പോയിൻ്റ് ഓഫ് നോൺ ഡിഫറൻഷ്യബിലിറ്റിയാണ് കേട്ടോ. ഷാർപ്പായിട്ട് നിൽക്കണ കാരണം ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് C3 ആൻഡ് C4. അപ്പോൾ മാക്സിമം മിനിമം വരുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഒന്നെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് ഇങ്ങനെ പറയാം, മാക്സിമത്തിലും മിനിമത്തിലും either first derivative is 0 or f is not differentiable at that point.